മുഖ്യമന്ത്രി കസേരയിൽ വി.ഡി. സതീഷിനെ അവരോധിച്ചിട്ട് ആഴ്ച 2 പിന്നിട്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ക്രൈസ്തവ മേലധ്യക്ഷന്മാരെയും ഇസ്ലാമിക് മതാചാര്യന്മാരെയും വി.ഡി. സതീശൻ കൂടിക്കാഴ്ച നടത്തി. എന്നാൽ സതീശനെ അടുപ്പിക്കാത്ത 2 പക്ഷക്കാരെ ഇന്നാട്ടിലുള്ളൂ. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെയും NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരെയും. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും പിന്നീട് തെരഞ്ഞെടുപ്പ് സമയങ്ങളിലുമെല്ലാം ഈ 2 പേർ വളഞ്ഞിട്ടാണ് വി.ഡി. സതീശനെ ആക്രമിച്ചത്. പിണറായി വിജയൻ 3ാമതും ഭരണത്തിലിരിക്കുമെന്ന ചിന്തയിൽ സതീശനെ തീർക്കാൻ ഇറങ്ങിയിട്ട് ഒടുവിൽ അതേ സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നത് നോക്കി നിൽക്കേണ്ടി വന്നു. പിന്നാലെ പിണക്കം മറന്ന് സതീശൻ കണിച്ചിക്കുളങ്ങരയിലും പെരുന്നയിലും സമാധാന ഉടമ്പടിക്ക് എത്തുമെന്നാണ് സാമുദായിക നായകർ വിചാരിച്ചിരുന്നത്. എന്നാൽ ഒന്നും സംഭവിച്ചില്ല. ഒടുവിൽ കോംപ്രമൈസ് മീറ്റിംഗിനായി വെള്ളാപ്പള്ളി മകൻ തുഷാർ വെള്ളാപ്പള്ളിയെ തലസ്ഥാനത്തേക്ക് അയച്ചിരിക്കുകയാണ്. സ്വകാര്യ സന്ദർശനമാണെന്ന് പറയുമ്പോഴും അതിനും അപ്പുറം ഒരു അനുനയ നീക്കമാണ് ഇതെന്ന കാര്യത്തിൽ തർക്കമില്ല. ഭരിക്കുന്ന പാർട്ടിക്ക് വാഴ്ത്തുപാട്ട് പാടുന്ന സ്ഥിരം ശൈലിയാണ് വെള്ളാപ്പള്ളിക്കുള്ളത്. അത് പക്ഷേ സതീശന്റെ അടുത്ത് വിലപ്പോകില്ല. പലപ്പോഴും അതിര് കടന്ന് തന്നെ സതീശനെ വെള്ളാപ്പള്ളി വിമർശിച്ചിരുന്നു. അന്ന് മനസ്സിലേറ്റ മുറിവുകളൊന്നും മറന്നിട്ടില്ലെന്ന് പറയാതെ പറയുന്നുണ്ട് സതീശൻ. അതുകൊണ്ട് തന്നെയാണ് അധികാരമേറ്റെടുത്ത് മാസം 1 ആകാറായിട്ടും സതീശൻ വെള്ളാപ്പള്ളിയെയും സുകുമാരൻ നായരെയും അകറ്റി നിർത്തുന്നത്. മുഖ്യമന്ത്രി അയയുന്ന മട്ടില്ലെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് അനുനയ നീക്കവുമായി തുഷാർ വെള്ളാപ്പള്ളി നടേശൻ ക്ലിഫ് ഹൗസിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത്. എന്നാൽ നോ കോംപ്രമൈസ് എന്നാണ് സതീശൻ പറയുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് എങ്ങനെയായിരുന്നുവോ തുടർന്നും അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ എന്നാണ് സതീശൻ ചൂണ്ടിക്കാട്ടിയത്. സൗഹൃദ സന്ദർശനം മാത്രമാണെന്നും മറ്റു രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ലെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തുഷാർ പറയുന്നുണ്ട്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആയതിൽ സന്തോഷമുണ്ടെന്നും തങ്ങൾ പഴയ സുഹൃത്തുക്കളാണെന്നും തുഷാർ മാധ്യമങ്ങളോട് പറഞ്ഞു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി തന്നെ 2-3 തവണ വിളിച്ചിരുന്നുവെങ്കിലും ആ സമയത്ത് വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി ഇന്ത്യക്ക് പുറത്തായിരുന്നതിനാൽ എത്താൻ സാധിച്ചില്ലെന്നും തുഷാർ വെളിപ്പെടുത്തുന്നുണ്ട്. അന്ന് ഫോണിലൂടെ ബന്ധപ്പെടാനും പ്രയാസമുണ്ടായിരുന്നു. വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയ ശേഷം മുഖ്യമന്ത്രി തിരുവനന്തപുരത്തുള്ള ദിവസം നോക്കി നേരിട്ട് കണ്ട് അഭിനന്ദിക്കാനാണ് താൻ എത്തിയതെന്നും തുഷാർ പറയുന്നുണ്ട്. SNDP യോഗവും രാഷ്ട്രീയ പാർട്ടികളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് സംഘടന ഇതുവരെ ഒരു പാർട്ടിക്കെതിരെ നിൽക്കാനോ സഹായിക്കാനോ ഔദ്യോഗികമായി തീരുമാനമെടുത്തിട്ടില്ലെന്നാണ് തുഷാർ പറയുന്നത്. ജനറൽ സെക്രട്ടറി മുമ്പ് നടത്തിയ വിമർശനങ്ങൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ മാത്രമാണെന്നും സംഘടന എന്ന നിലയിൽ കോൺഗ്രസിനെയോ BJPയെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്നുമാണ് തുഷാർ പറഞ്ഞത്. ശാഖാതലങ്ങളിൽ പോലും ആർക്കെതിരെയും നിൽക്കാൻ ഇതുവരെയും നിർദ്ദേശം നൽകിയിട്ടില്ലെന്നും തുഷാർ പറയുമ്പോഴും പഴയ ചില കാര്യങ്ങൾ മറന്നിരിക്കാം. കേരളത്തിൽ ശ്രീനാരായണീയർ ഒരിക്കലും സതീശനോട് ക്ഷമിക്കില്ലെന്ന് പലകുറി വെള്ളാപ്പള്ളി ആവർത്തിച്ചത് നമ്മൾ കണ്ടു. അന്നൊന്നും ഇന്ന് തുഷാർ പറഞ്ഞ നിലപാടുകളൊന്നും വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിച്ചിട്ടില്ല. ഒരിക്കൽ പോലും തുഷാർ വെള്ളാപ്പള്ളി സതീശനെ സന്ദർശിച്ച് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുമില്ല. പിന്നെ എന്തിന് ഇങ്ങനെയൊരു നാടകം എന്ന് കോൺഗ്രസ് അനുകൂലികൾ ചോദിക്കുന്നുണ്ട്. 2025 ജൂലൈയിൽ പരവൂരിൽ നടന്ന ചടങ്ങിലായിരുന്നു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ വെള്ളാപ്പള്ളി പരസ്യമായി വെല്ലുവിളിച്ചത്. UDFന് 100 സീറ്റ് കിട്ടിയാൽ താൻ സ്ഥാനം രാജിവെക്കുമെന്നും എന്നാൽ ലക്ഷ്യം കണ്ടില്ലെങ്കിൽ സതീശൻ വനവാസത്തിന് പോകുമോ എന്നായിരുന്നു അന്നത്തെ ചോദ്യം. വി.ഡി. സതീശന് അഹങ്കാരമാണെന്നും രാഷ്ട്രീയത്തിൽ അഹങ്കരിക്കുന്നവർ തോറ്റ ചരിത്രമാണെന്നും അദ്ദേഹം അന്ന് പരിഹസിച്ചിരുന്നു. UDFന് 98 സീറ്റ് പോലും ലഭിക്കില്ലെന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ ഉറച്ച നിലപാട്. അന്ന് വെള്ളാപ്പള്ളിയുടെ വെല്ലുവിളി ഏറ്റെടുത്ത വി.ഡി. സതീശൻ UDFന് 100-ലധികം സീറ്റുകൾ ലഭിക്കുമെന്നും മറിച്ചാണെങ്കിൽ താൻ വനവാസത്തിന് പോകാൻ തയ്യാറാണെന്നും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ പഴയ പ്രസ്താവനകളെക്കുറിച്ച് ചോദിച്ച മാധ്യമപ്രവർത്തകരോട് താൻ അത്തരമൊരു വെല്ലുവിളി നടത്തിയിട്ടില്ലെന്ന രീതിയിലുള്ള സമീപനമാണ് വെള്ളാപ്പള്ളി സ്വീകരിച്ചിരുന്നത്. വീഡിയോ സഹിതം മാധ്യമങ്ങൾ വാർത്തയാക്കിയപ്പോഴും അതൊന്നും താൻ അറിഞ്ഞിട്ടില്ലെന്ന രീതിയിൽ നാടകം കളിക്കുന്നുണ്ട് വെള്ളാപ്പള്ളി നടേശൻ. ഏറ്റവും ഒടുവിലായി മകനെ ദൂതനായി അയച്ച വെള്ളാപ്പള്ളിയുടെ നാടകം സതീശൻ തന്നെ പൊളിച്ചടുക്കിയിരിക്കുകയാണ്.